നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ലെവലിലേ പൈസ കിട്ടിയ സന്ദർഭം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആകാശവാണിയിലെ ഒരു സംഗീതജ്ഞൻ ഡൽഹിയിലെ ഒരു കച്ചേരിക്ക് പോയി. കച്ചേരിക്ക് പോയപ്പോ തലേന്ന് ദാസേട്ടനായിരുന്നു അവിടെ കച്ചേരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രശസ്ത വ്യവസായി ആയിരുന്നു ഇത് നടത്തുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് ഒരു 5000-6000 രൂപയാണ് അദ്ദേഹത്തിന്റെ ഈ കച്ചേരി ചാർജ്. ഈ രണ്ടാമത് പോയ ആളിന്, ദാസേട്ടനല്ല, മറ്റേ സംഗീതജ്ഞന്. രാത്രിയിലായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ. അപ്പോൾ എത്ര രൂപ ചോദിക്കുന്നത് ഒരു പിടിയില്ല. അതേസമയം അദ്ദേഹത്തിന്റെ പൂത്ത കാശിരിപ്പുണ്ടെന്നുള്ള വിവരവും ഈ സംഗീതജ്ഞന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്രയാണ് നമ്മുടെ ചാർജ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും ദാസും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ, ഒരേ കോളേജിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റേറ്റൊക്കെ ഒന്ന് തന്നെയാണ് വാങ്ങിക്കുന്നു പറഞ്ഞു. പുള്ളി പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത എമൗണ്ട് തന്നാ പുള്ളി എന്നെ യാത്രയാക്കിയത്. കാര്യം ദാസേട്ടന് കൊടുത്ത് അത്രയും പൈസ തന്നെ ഈ മനുഷ്യൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റി കാണത്തില്ല. അപ്പോൾ അതുപോലെ എപ്പോഴെങ്കിലും ജഗദീഷിക്ക് താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതിഫലം കിട്ടുക. അന്ന് വീട്ടിൽ പോയി ഡോക്ടർ എമ്മയോടൊക്കെ പറഞ്ഞു ഇടി എന്താ നടക്കുന്നത്. അല്ല അങ്ങനെയല്ല, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കാശ് കിട്ടിയ, പക്ഷെ അതിന്റെ ക്ലൈമാക്സ് വേറെയാണ്. മാതൃഭൂമിയുടെ ഫിലിം അവാർഡ് നൈറ്റ് കോഴിക്കോട് വെച്ച് നടക്കുന്നു. അതിൽ എനിക്ക് റെമ്യൂണറേഷൻ ഉണ്ട്. ഞാനാണ് ആങ്കർ ചെയ്തത്. ആങ്കർ ചെയ്തിട്ട് അതിനകത്ത് കവറിലിട്ട് കാശ് തന്നു. എന്റെ അടുത്ത് പ്രമോദ് കാശ് തന്നു. പ്രമോദിനെ അറിയാലോ? അറിയാം. പ്രമോദ് കാശ് തന്നു. ഞാൻ റൂമിൽ കൊണ്ടുപോയി എണ്ണി നോക്കിയപ്പോൾ അവർ പറഞ്ഞതിന്റെ നേരെ ഇരട്ടിയുണ്ട്. ഹാപ്പി കാണും. ഞാൻ ഹാപ്പിയായി. എന്നിട്ട് ഞാൻ പ്രമോദിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഹാപ്പി ആയിട്ട് കൂടുതൽ വെച്ചതാണോ അതോ കണക്ക് തെറ്റിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഫോൺ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ചേട്ടാ അത് കണക്ക് തെറ്റിയതാണ്. അല്ല, ആവശ്യമില്ലാത്തൊരു നമ്മള് പക്ഷേ അത് നമ്മുടെ ആ സത്യസന്ധതയ്ക്ക് അവിടെ ഒരു വിലയുണ്ട്. നേരെ മറിച്ച് ഞാനിത് കിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും എന്നെ വിളിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, കണക്ക് തെറ്റിയാണ്, പകുതി ഇങ്ങി തരണം. അത് മോശമല്ല. അപ്പൊ നിങ്ങൾ ഡിപ്ലോമാറ്റിക്, നിങ്ങൾ പറയും ഞാൻ എണ്ണി നോക്കിയില്ലായിരുന്നു, തെറ്റിയായിരുന്നു. നിങ്ങൾ അങ്ങനെ കളഞ്ഞാൽ ചോദിച്ചു നടന്ന സംഭവമാണ്. പെട്ടെന്ന് ആലോചിച്ചു. അതല്ലാതെ ഞാൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ലോട്ടറി കിട്ടി. ഞാൻ ആൾക്കാർക്ക് വെരിഫൈ ചെയ്യാം. അതെ, പിന്നെ അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞത്. എന്റെ സത്യസ്ഥിതി അതുകൊണ്ട്. ആരോഗ്യമുള്ള മനുഷ്യനാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ആദ്യമൊക്കെ ആ ഒരു കോൺഗ്രസ് മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് KSU ആയിരുന്നു പഠിച്ചിരുന്ന കാലത്ത്. പിന്നീട് അങ്ങനെ രാഷ്ട്രീയ ഒരു പ്രത്യേകിച്ച് സാഹചര്യത്തിൽ മത്സരിച്ചു എന്നല്ലാതെ എനിക്ക് എല്ലാ പാർട്ടികളോടും, എനിക്ക് വിശേഷിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവരോടും ബഹുമാനമാണ്. അതിന്റെ കഷ്ടപ്പാട് മനസ്സിലായതല്ലേ? അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ഓരോ സ്ഥാനാർത്ഥിയും, അത് ഏത് സ്ഥാനാർത്ഥിയാലും 4 മണി മുതൽ രാത്രി 12 മണി വരെ ഒരുപാട് അധ്വാനിച്ചാലായിരിക്കും അവർക്ക് തെരഞ്ഞെടുപ്പിൽ ആ യജ്ഞം പൂർത്തിയാക്കാൻ കഴിയും. അതുകൊണ്ട് അവരോട് എനിക്ക് വലിയ ബഹുമാനം. ഓക്കെ, മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കില്ല. ഇല്ല, അയ്യോ സ്ഥാനാർത്ഥി അങ്ങനൊന്നും പറയരുത്, അടുത്ത വോട്ട് കവർ ചെയ്യണം, വരും എന്ന് വിളിച്ചോണ്ട് പോകും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം കഴിക്കാനും കിട്ടിയാ കിട്ടി. ഓക്കെ. അല്ല, അന്ന് തടി കുറഞ്ഞോ? പിന്നെ തീർച്ചയായിട്ടും ഓടി. വീട്ടുകാരെന്താ പറഞ്ഞത്? അതും നമ്മുടെ ഇവിടെ നാട്ടിൽ ഇലക്ഷൻ വരുന്ന എല്ലാം സമ്മറിലാണ്. ഗതികേടാണ്. നിങ്ങൾ ഈ പത്തനാപുരത്ത് മത്സരിക്കാൻ പോകുമ്പോഴേ നല്ല വാക്ക് പറഞ്ഞില്ലേ ഭാര്യ? അല്ല, നിങ്ങൾ കാര്യങ്ങൾ ഉപദേശിച്ചല്ല, കഴിയുന്നത് മത്സരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്റെ അടുത്ത്. പിന്നെ ഇഷ്ടം, അത് നല്ലൊരു സമ്മർദ്ദം വന്നിരുന്നു. യഥാർത്ഥത്തിൽ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ്, ഈ പത്തനാപുരത്ത് മത്സരിക്കേണ്ട ആള് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. അടുത്ത രഹസ്യം ബ്രേക്കിംഗ് ന്യൂസ്. യെസ്, രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. അല്ല, നറുക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രിഫർ ചെയ്തത് കുണ്ട്രയാണ്. അദ്ദേഹത്തിന് കുണ്ട്ര വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. പിന്നെ മാത്രമല്ല, അവിടത്തേക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ ഒരു ഭയങ്കര സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ. ഏഷ്യാനെറ്റിൽ ഞാൻ കോമഡി സ്റ്റാർസിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന അവസരത്തിലാണ് UDFന്റെ എല്ലാ ആൾക്കാരും കൂടെ വന്ന് ഒരു പ്രഷറൈസ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഒരു കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അന്നത്തെ എന്റെ പ്രൊഡ്യൂസർ 100% പറഞ്ഞു, ബൈജു മെല്ല് പറഞ്ഞു അവിടെ ചേട്ടാ 100% ജയിക്കുന്നു പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളോട് വേറെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ പത്തനാപുരം ഒരു മണ്ഡലത്തിൽ KP ഗണേഷ്കുമാറിനെ തോൽപ്പിച്ച് പുള്ളി പറഞ്ഞത് ഞാൻ അവിടെ ജയിക്കും, 100% ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറഞ്ഞിട്ട് 2-3 നേരം ഫോൺ ചെയ്ത് ജയിക്കൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം അത് പുള്ളി പ്ലാൻ ചെയ്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെല്ലാം പറഞ്ഞു ഉറപ്പായിട്ടും ജയിക്കും. പോയി മത്സരിച്ചാൽ മതി അല്ലേ? സംഭവിക്കേണ്ടത് സംഭവിച്ചു. മാത്രമല്ല, അതും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അതെ, ഇതൊക്കെ പുതിയ വിവരമാണ്. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണം. ആ പുസ്തകം എഴുതിയ പക്ഷെ വേറെ ഉണ്ട്. ആ പുസ്തകം എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ അറിയാം, അതിന് ഒരുപാട് വോള്യങ്ങൾ വേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ബൈജു മേല്ല, എന്റെ മേലക്കാരാ ജഗദീഷിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോളാം അല്ലേ? ഓക്കെ. അല്ല, കൂട്ടത്തിൽ പറഞ്ഞ ഈ ബൈജു മേലിലെയും ഈ നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാ. അതെ, അതുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ ജയിക്കുമെന്നുള്ളത്. പുള്ളി വോട്ട് ചെയ്തായിരുന്നു? പുള്ളി വോട്ട് ചെയ്ത് KP ഗണേഷ്കുമാറാണെന്ന് എനിക്ക് സംശയമുണ്ട്. അറിയില്ലല്ലേ?